വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് എടുത്ത് കാണിക്കട്ടെ. പറഞ്ഞ എന്നെ നിധി എടുക്കാൻ പറഞ്ഞേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കാസർഗോഡേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കാം, അല്ലാതെ അവിടെ ഇവിടെ നിന്നിട്ട് ഒരർത്ഥമില്ലാത്ത ജീവിതമായി പോകുമല്ലോ. അപ്പോൾ പിന്നെ ഒരുമിച്ച് നിൽക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഇന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടുന്ന് ഉമ്മച്ചി ഇവിടെ ഇപ്പം എൻ്റെ പേരൻസും ഇക്കയുടെ പേരൻസും ഉണ്ട്. അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഉമ്മച്ചിയും അത്തച്ചിയും അതുപോലെ തന്നെ മറ്റുമ്മച്ചിയൊക്കെ നമ്മുടെ മഞ്ചിക്കൽ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മറ്റേ ജപ്പാൻ കുടിവെള്ളം ഉണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് ഫുൾ, അന്നൊരു ദിവസം ഞങ്ങൾ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് അവിടുത്തെ കുറേ ആക്ക സാധനങ്ങളൊക്കെ പറക്കി കൊടുത്തതാണ്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇടാനുള്ളൊരു പണിയേ ഉള്ളൂ. അപ്പം അത് ചെയ്തിട്ട് ഇവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ഉമ്മ ഉപ്പ ഇവിടെ തന്നെ നിൽക്കും. കാരണം നമ്മൾ അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ഒരു വീടിന്. അപ്പോൾ അത് അവിടെ വാടകക്കാരുള്ളതുകൊണ്ട് 2 മാസത്തിനുള്ളിലാണ് അവർ മാറുള്ളൂ. അപ്പോൾ ആ മാറുന്ന സമയത്ത് ബാക്കി എമൗണ്ട് കൊടുത്ത് നമ്മൾ ആധാരം ചെയ്തിട്ട് പിന്നെ ആ വീട് ചെറുതായിട്ടൊന്ന് പൊടി തട്ടി എടുത്തിട്ട് ഇവരും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുള്ളൂ. അത്ര നാൾ ഇവരിവിടെ നിൽക്കാനാണ് തീരുമാനം. അതായത് ഒരു 1.5-2 മാസത്തിനുള്ളിലുള്ള അത്ര ഒരു ഗ്യാപ്പേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഉടനെ തന്നെ, അതായത് ഇന്ന് തന്നെ കാസർഗോഡേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ പോയിട്ട് കുറേ പരിപാടികളും കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെൻഡിങ് ആയി പോകും. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ പോകുന്നതാണല്ലോ നല്ലത്. പിന്നെ ഇവരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പോകാമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ നാളെ തന്നെ കാസർഗോഡ് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു ചെറിയ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ ആ ഇൻ്റർവ്യൂവിന് പോയിട്ട് പിന്നെ വന്ന് പിന്നെ ഞങ്ങളെ കൊണ്ട് പോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് നമ്മൾ കൂടി പോകാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. സോ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുന്ന് സത്യത്തിൽ ഉമ്മച്ചിയൊക്കെ അങ്ങോട്ടേക്ക് മാറിയതിന് ശേഷമാണെങ്കിൽ എനിക്കൊരു ഐഡിയ കിട്ടിയത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത്. പിന്നെ അവിടെ എന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അവിടെ പോയാലാണല്ലോ കൂടുതലൊന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഒരു ഐഡിയ ഇല്ല. പിന്നെ അവിടെ പോയാലാണ് നമ്മളൊന്ന് പെരുമാറി കഴിയുമ്പോഴാണല്ലോ അറിയുള്ളൂ എന്തൊക്കെയാണ് ഇനി വാങ്ങിക്കേണ്ടത് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ മെയിനായിട്ട് നമ്മുടെ AC അഴിക്കണം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കാറിൽ കൊള്ളുന്നത്ര ഇങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറേയൊക്കെ ഇവിടെ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബാക്കി ഡ്രസ്സൊക്കെ എന്തായാലും ഫുള്ളായിട്ട് കൊണ്ടുപോകണ്ടേ. അപ്പോൾ കുറച്ചൊക്കെ ഇവിടെ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും കുറേ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് പാത്രങ്ങളാണ്. പാത്രങ്ങൾ കൂടുതലും ഉമ്മച്ചി മഞ്ചിക്കൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളാണ്. അപ്പോൾ അതിൽ കുക്കർ കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളത് മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ നോക്കിയിട്ട് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഇതുണ്ടല്ലോ, ഡപ്പി ഉണ്ടല്ലോ, അതും കുറച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിക്കണം. ബാക്കിയൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് നോക്കി പറക്കി എന്തായാലും അവിടെ ഇവിടെയൊക്കെ പോയി ഒന്ന്, അതായത് ഉമ്മച്ചൊക്കെ മഞ്ചിക്കല്ല വീട്ടിലേക്ക് പോയി നമ്മളവിടെ പോയി സെറ്റായാലും നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. നമുക്ക് അറിയാലോ, ഈ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതും ഇത്രയും ദൂരം, ഇവിടെ എല്ലാം അടുത്താണെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. പക്ഷേ ഇത് ഇത്രയും ദൂരം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ കുറച്ച് റിസ്ക് ഉണ്ട്. സോ ഇപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. എനിക്ക് ഒന്നും സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർ മഞ്ചിക്കലിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാസർഗോഡേക്ക് പോകാൻ വേണ്ടിയിട്ടിരുന്നത്. ഇത് പക്ഷേ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ഇക്കാതെ നാളെ അവിടെ ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എടുത്ത തീരുമാനം ആയതുകൊണ്ട് ഞാനിങ്ങനെ ബ്ലിങ്കസ് നിൽക്കുകയാണ് എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചിട്ട്. പക്ഷേ എന്നാലും നമ്മൾ പോകണം. അപ്പോൾ ഇന്നിപ്പോൾ ഇനി കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മളൊരു ബാഗിൽ കുത്തി നിറച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ. അപ്പം കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും എന്തായാലും ആധാരമൊക്കെ ആകുമ്പോഴത്തേക്കും വരണമല്ലോ. അപ്പോൾ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിക്കണം. എനിവേ നമുക്കെന്തായാലും ഇനിയുള്ള ബാക്കി പാക്കിങ്ങും അതും ഇതൊക്കെ കാണാം. നിധിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിധി നേരത്ത് ഇരുന്നിട്ട് എന്നോട് എടുക്കാൻ പറഞ്ഞാണല്ലോ. ഒരു ഹായ് പറഞ്ഞേ. നിധിയുടെ പേരെന്നാ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെരുപ്പൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് ഓർത്തു. അവിടെ ഇവിടെ എല്ലാം ഇരുന്ന ചെരുപ്പ് ഞാനെടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചാട്ടോ. ഇനിയിപ്പോൾ ഇത് ഈ ഒരു കൂടിലെടുത്ത് പാക്ക് ചെയ്യാം.
ഇത് ആക്ച്വലി ഞാൻ അലമാരിക്കകത്ത് നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പം ഇതൊന്നും ഇതിൻ്റെ അകത്തേക്ക് ആയിരുന്നു. ഇത് ആഷിക്കിൻ്റെ ആണ് ഈ ഒരു ട്രോളി ബാഗ് കേട്ടോ. അപ്പോൾ ഇതവൻ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ട് കൊടുക്കാമല്ലോ. ഇതാകുമ്പോഴത്തേക്കും ഡ്രസ്സെല്ലാം കൂടി അതിൽ തള്ളി കയറ്റിയ പിന്നെ എളുപ്പമുണ്ടല്ലോ. ഇവിടെ മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെയാണ് ഈ സൗണ്ട് വരുന്നത്. അപ്പം ഇത്രയാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി മഞ്ചിക്കൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മിച്ച് കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് എനിക്ക് പിന്നെ വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുപോകാമല്ലോ. ഇത്ര സാധനങ്ങളിവിടെ വെക്കുകയാണ് എന്ന് വെച്ചാൽ എൻ്റേത്. ഇതൊക്കെ ഇനി എടുക്കാനുള്ളതാണ് നിധിയുടെ അഫിയുടെയൊക്കെ. എല്ലാം കൂടി കൊണ്ടുപോലും ഒറ്റ പോക്കിന് കൊണ്ടുപോലും എന്തായാലും നടക്കില്ല. അപ്പോൾ പിന്നെ അത്യാവശ്യം വേണ്ടത് മാത്രം കൊണ്ടുപോകാമെന്ന് ഓർത്തു. ഇതിപ്പോൾ നല്ല ഡ്രസ്സാണ്. ഇനി വീട്ടിലൂടെ ഇടാനുള്ളതൊക്കെ എടുക്കാനുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഇത് ഈ ട്രോളിൻ്റെ മേളിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് പൊടി, അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് എടുത്ത് വെക്കണം. ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കി കൂട്ടി ഇതിൽ വെക്കണം. കൂടുതലും പിള്ളേരുടെയാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് മാറ്റാനുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിത് ചെയ്യാം. അപ്പം ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് KSEB വരെ പോകേണ്ട ആവശ്യമുണ്ട്. സംഭവം എന്താ വെച്ചാലേ, നമുക്ക് കഴിഞ്ഞ മാസത്തെ ബില്ല് വന്നത് 4600 സംതിങ് രൂപയാട്ടോ. ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ആ ബില്ല് കണ്ടപ്പോഴത്തേക്ക്. ഞാനൊന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ഇക്കാരനെ കൊണ്ടുവന്ന് ഈ ബില്ല് കാണിക്കുന്നത് കേട്ടോ. എൻ്റെ ഉറക്കം പോയി എല്ലാം പോയി. കാരണം അത്ര എമൗണ്ട് ഇതുവരെ വന്നിട്ടില്ല. കാര്യം പറഞ്ഞാൽ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഒരു 2000-നുള്ളിലാണ്. 1000 സംതിങ്, 1800, 1900 അങ്ങനത്തെ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ബില്ല് വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഇത്രയും എമൗണ്ട്, അല്ലെങ്കിൽ ഒരു 3000 ആണെങ്കിലും കുഴപ്പമില്ല. ഇത് 4600 സംതിങ് വരുമ്പോഴത്തേക്കും അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ മീറ്ററിൻ്റെ വല്ല കംപ്ലൈൻറ്റ് ആയിരിക്കണം. അപ്പോൾ അതൊന്ന് ഇവിടെ ഒന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ മീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആണ്, ഇനി അത് മാറ്റി വെച്ചില്ലെങ്കിൽ അടുത്ത മാസം, അതായത് ഇപ്പോൾ ഈ ഏപ്രിലും പിന്നെ ഇതുപോലെ തന്നെ ബില്ലാവുമല്ലോ, ഇത്രയും തന്നെ ബില്ലാവും. അപ്പോൾ അത് ആകെ പണിയാണ്. അതുകൊണ്ട് അവിടെ പോയിട്ടൊന്നൊരു പരാതി എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇക്കാര്യം വരും, നമുക്കൊന്നത് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. പിന്നെ AC അഴിക്കാനുള്ള ആളെ രാവിലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആരും സ്ഥലത്തില്ല. 2-3 പേരെ വിളിച്ചു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ആരെങ്കിലും കാണുവാണെങ്കിൽ അവരോടൊന്ന് പറയാം. ഇന്ന് തന്നെ വേണമല്ലോ നമ്മൾ അത് അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. അമ്മാതിരി ചൂടാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഇന്ന് പോകുന്ന ദിവസം തന്നെ അഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ പോകുമ്പോൾ ആ കടയിൽ കയറിയിട്ടൊന്ന് പറയാമെന്ന് വിചാരിക്കണം. നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരൊന്നും സ്ഥലത്തില്ലാതായിപ്പോയി. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മളിവിടെ എത്തി. അങ്ങോട്ടേക്ക് പോയേക്കോ കേട്ടോ. ഉടുമ്പന്നൂർ, ഇടുക്കി 68 55 95. അങ്ങനെ അവിടെ പോയി ചോദിക്കുമ്പോൾ ഇതിന് മുമ്പത്തെ ബില്ലൊക്കെ ചെക്ക് ചെയ്തതെല്ലാം 1000 സംതിങ് ഒക്കെയാണ്. 1600, 1800 ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇതുവരെ ഇത്രയും വലിയൊരു എമൗണ്ട് വന്നിട്ടില്ല. പിന്നെ 2024 എന്തോ മാർച്ച് മാസം നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിനെക്കാട്ടിലും കൂടുതൽ കറണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ വീട്ടിലല്ലായിരുന്നു. ആ സമയത്ത് ഇവിടെ വേറെ ആളുകളായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വന്നതിന് ശേഷം, അതായത് 2025 മുതൽ ഈ സമയം വരെ ഇത്രയും വലിയൊരു എമൗണ്ട് വന്നിട്ടില്ല. സോ മീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്യും. അതിനകത്ത് 400 രൂപ എങ്ങാണ്ടാവും. ഇനി മീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് റീഫണ്ട് കിട്ടുമെന്നാണ്, അതുപോലെ ബില്ലിന് ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പരാതി എഴുതിയിട്ട് കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഈ പാക്ക് ചെയ്യൽ. മറ്റത് കാസർഗോഡേക്ക് പോകുമ്പോഴും തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഒത്തിരി ഡ്രസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴിയും. ഒരു ബാഗിൽ കൊള്ളാവുന്നതേ നമ്മൾ എടുക്കാറുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഏകദേശം എല്ലാ ഡ്രസ്സും തന്നെ കൊണ്ടുപോകണം. പിന്നെയും അതിൽ കൊള്ളൂല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ. കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അഫിയുടെ ഒരു ജീപ്പ് ഉണ്ടല്ലോ, ഒരു ടോയ്, അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പം നമ്മൾ AC ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
എന്നാൽ പോലും മാക്സിമം ബാക്കിയും കൂടെ കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇക്ക എന്നോട് ആദ്യം പറഞ്ഞാണ് എല്ലാം കൂടി വലിച്ചു വാരി ഒറ്റ കെട്ട് കെട്ടിയിട്ട് ആ വണ്ടിയിലേക്ക് ഇട്ടാൽ മതിയെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു തൃപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല ഡ്രസ്സ് വേറെ, വീട്ടിൽ കൂടെ ഇടുന്ന ഡ്രസ്സ് വേറെ, അതും എൻ്റെയും കുട്ടികളുടെ ഒക്കെ മാറി മാറിയാണ് കേട്ടോ വെച്ചേക്കണേ. അപ്പോൾ ആദ്യം തന്നെ എൻ്റേത് റെഡിയാക്കി ട്രോളി ബാഗിലൊക്കെ ആക്കി, പിന്നെ പിള്ളേരുടെ നല്ലതും നെറ്റി കിടന്നൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വരുന്ന വഴി KCB പോയിട്ട് തിരിച്ച് വരുന്ന വഴി AC അഴിക്കുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ ഒപ്പം തന്നെ വന്നു കേട്ടോ. അവർക്ക് ഇവിടെ അടുത്ത് പണിയുണ്ടായിരുന്നു, അങ്ങനെ അവിടെ വന്നു. അതിനുശേഷം ഈ ഏണി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർ തിരിച്ചു പോയിട്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ട് AC അഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് അഴിച്ച ഉടനെ തന്നെ അത് വണ്ടിയിലേക്ക് കയറ്റിയിടും. കാരണം എത്രത്തോളം സ്പേസ് അതിന് വേണ്ടി വരുമെന്ന് അറിഞ്ഞാലാണല്ലോ നമുക്ക് ബാക്കി എടുക്കേണ്ട സാധനങ്ങളുടെ ഒരു ഇത് കിട്ടുള്ളൂ, എത്രത്തോളം അതിൽ കൊള്ളൂ എന്നുള്ളത് അറിഞ്ഞാലാണല്ലോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ AC അഴിച്ചിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഞാനൊരുവിധം ഇതൊന്ന് ഒരു മൂലയ്ക്ക് തീർത്ത് വരുമ്പോഴത്തേക്കാണ് ഈ പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് വന്ന് അലമുണ്ടാക്കണം, അതിൻ്റെ അകത്ത് കയറി ഇരിക്കുകയാണ് വീടാണെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ അവനെ ചാടിച്ചു വിട്ടിട്ടാണ് അതൊന്ന് റെഡിയാക്കിയത് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് മടക്കാനാണല്ലോ ഏറ്റവും കൂടുതൽ താമസം. ബാക്കിയൊന്നും പിന്നെ വലിയ കുഴപ്പമില്ല, കാരണം പാത്രങ്ങളൊന്നും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് കൊണ്ടുപോകുന്നില്ല. പിന്നെ എൻ്റെ കുറച്ച് ഈ ഫയൽ, ആധാർ കാർഡ്, അങ്ങനത്തെ ഉള്ള കുറേ ഡോക്യുമെൻറ്റ്സ്, പിന്നെ ഈ പാസ്ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് നോക്കി എടുത്ത് വെക്കണം. അത് കുറേയൊക്കെ അലമാരിലും കുറേയൊക്കെ എൻ്റെ റൂമിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നോക്കിയെടുത്ത് ഫയലിലാക്കി വെച്ചു. അതും മെയിൻ സംഭവമാണല്ലോ. പക്ഷേ ഇതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. എന്തായാലും ഒരുവിധം അത് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വെക്കേണ്ട ഡ്രസ്സ്, അതായത് മഞ്ചിക്കൽ വീട്ടിലേക്കൊക്കെ ഉമ്മിച്ച് പോകുമ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് ഉമ്മിച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി വീട്ടിലിടാനുള്ളതും എൻ്റെ അഫിയുടെയും ആ ഒരു ബാസ്ക്കറ്റിലും പിന്നെ നിധിയുടേത് ആ ബേസലിന് വെച്ചു കേട്ടോ. അങ്ങനെ അത് ഏകദേശം റെഡി ആയിട്ട് ഞാൻ ഒരു മൂലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ പകുതി ആശ്വാസം, കാരണം രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂമിലും മറ്റുമിച്ചിയുടെ റൂമിലും മറ്റുമിച്ചിയുടെ അലമാരിയിലൊക്കെയാണ് ഈ പല പല സ്ഥലത്തായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാട് വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബാക്കി ഈ ബാങ്കിൻ്റെ പാസ്ബുക്ക് കാര്യങ്ങളൊക്കെ, പിന്നെ ഈ ഹരിതകർമ്മസേനയുടെ കാർഡൊക്കെ എൻ്റെ കയ്യിലായിരുന്നു ഇരുന്നത്, അതൊക്കെ ഉമ്മിച്ചിനെ ഏൽപ്പിച്ചു. പിന്നെ അഫിയുടെ നിധിയുടെ മറ്റേ ഹെൽത്തിലെ കാർഡൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ. AC അവർ കയറ്റുവാണ്. പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും അതും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണ്ടായിരുന്നു. ഈ ക്രീം അതും ഇതൊക്കെ അതെല്ലാം കൂടി ഒരു പെട്ടിയിലാക്കി. പിന്നെ നമ്മുടെ ഈ മാല, കമ്മൽ, ഫാൻസി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, മാല, കമ്മൽ, മോതിരം, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ അതെല്ലാം കൂടി ഒരു പെട്ടിയിലൊക്കെ ആക്കി അത് മാറ്റി വെച്ചു. വാച്ച് സംഭവങ്ങളൊക്കെ. പിന്നെ ആ സമയം കൊണ്ട് ഇക്കയുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ബാഗിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇക്കനോട് പറഞ്ഞാൽ നമ്മൾ റെഡി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാം, അപ്പോൾ നമുക്കൊരു ഏകദേശം ധാരണ കിട്ടുമല്ലോ ഇനി എത്ര കൊള്ളൂ എന്നുള്ളത്. അങ്ങനെ എൻ്റെ ആ ഒരു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് രണ്ടും എടുക്കാം, മറ്റേ നമ്മുടെ നീലയും റെഡും. ഒരു മൊമെൻ്റും ഫ്രെയിമും അതും ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ AC കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്ര സ്ഥലമുള്ളൂ. അപ്പോൾ ഇതും കൂടെ എടുക്കാമെന്ന് ഓർത്തു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കും. രാവിലെ മുതൽ ഓരോ പണിയായതുകൊണ്ട് ഇന്നത്തെ ചായ കൂടിയും അതുപോലെ തന്നെ ചോറൂണൊക്കെ ഒരു വകയായിരുന്നു. എന്തായാലും കുറച്ച് സമാധാനത്തിലിരുന്ന് ചായയെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് ഞാനും ഇക്കായും കൂടിയിട്ട് സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. കുട്ടികൾ അവധി തുടങ്ങുന്നതിൻ്റെ, അതായത് ഏറ്റവും ലാസ്റ്റത്തെ എക്സാമിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഇവർ മറ്റേ വാക്കത്തി തൂമ്പ അതും ഇതൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ ഒരു ഗ്രൗണ്ടൊക്കെ ഈ പുല്ലൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് വെട്ടി നികത്തി അവർക്ക് കളിക്കാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഫുട്ബോൾ കളിയാണ്. കുറച്ച് പേര് രാവിലെ വരും, അവർ ക്രിക്കറ്റ് കളിച്ചിട്ട് പോകും. പിന്നെ ഇവന്മാർ ഇവിടെയുള്ള പിള്ളേർ ഫുട്ബോളും കളിക്കും. അപ്പോൾ അവരുടെ കൂടെ അഫി ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. ഇനിയിപ്പം കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കൊള്ളാന്ന് ഇക്കാടെ അല്ലാതെ. ഓക്കെ,
അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്തത് അവിടെയൊക്കെ കാലിയായിട്ടുണ്ട്. പിന്നെ ഉള്ളതൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം വണ്ടിയിലാക്കി നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബെൻസിത്തായും മാളീനും അവരെല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ ഇവിടെയുള്ള അടുത്തുള്ള വീടുകളിലൊക്കെ ഒന്ന് പോയി യാത്ര പറഞ്ഞു. പിന്നെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ പോവുകയാണ്. ഇനിയിപ്പം കാസർഗോഡായിരിക്കും. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം. പിന്നെ എല്ലാവരും ഉച്ചയ്ക്ക് ഇപ്പോഴേ കരഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വണ്ടി കയറി ഒറ്റപ്പോക്ക് അതാണിപ്പോൾ മനസ്സിലായി. കാരണം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺട്രോൾ പോവും. ഇങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളൂ. മൈൻഡ് ഇങ്ങനെ ഫുള്ളൊരു സ്ട്രെസ്സായിട്ട് ഇപ്പം ഇങ്ങനെ പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അറിയില്ല, മൊത്തത്തിൽ എന്തൊക്കെയൊക്കെയോ കാര്യം നമ്മൾ ആഗ്രഹിച്ചതാണ്. ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെയുള്ളത് നമ്മൾ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. അതിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇത്ര നാൾ ഇവിടെ നിന്ന് ഇവർ വിട്ടിട്ട് പോകുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ. പക്ഷേ സാരമില്ല, നമ്മൾ ഇതൊക്കെ നമ്മൾ സർവൈവ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവാണ്. കണ്ടോ പാലമ്പാ നിൽക്കണല്ലേ അത്. ഓ കടിക്കണേ എന്തിനാ? ആ ഫ്രണ്ടിലായിരിക്കുള്ളൂ ഞങ്ങള്. നീ പോവാണോ? വണ്ടി മാറ്റി വെക്കണോ? ശരി, അസ്സലാമു അലൈക്കും. പൈസ ശരി, വിളിക്കാം. രണ്ടുപേരും കൊടുത്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. ഇക്ക ഒന്ന് പുറത്തേക്ക് പോയതാണ്. എന്തായാലും വീട്ടിൽ നിന്നൊക്കെ ആകെ സീനായിരുന്നു, കരച്ചിലായി. എനിക്കറിയില്ല, ചില സിറ്റുവേഷൻസ് അങ്ങനെയാണല്ലോ. നമുക്കൊന്നും സാരമില്ല, ഇറ്റ്സ് ഓക്കെ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. പക്ഷെ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ അഡ്രിൻ ബസ്. ഇതിലാണ് നമ്മുടെ ഇക്കടെ ആശാനായിട്ടുള്ള സന്തോഷമായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നടന്നു വരുന്നതാണ് രണ്ടുപേരും. നമ്മൾ ഈ ബസ് നമ്മൾ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് ഇക്ക സന്തോഷമായിട്ടിനെ വിളിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ബസ്സിലുണ്ട്, നാട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇന്ന സ്ഥലം എത്തുമ്പോഴത്തേക്ക് നിർത്താമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ മീറ്റ് ചെയ്തതാണ് കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് പോയതാണ്. സോ ഒരു സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊക്കെ കുറച്ച് സീനായിരുന്നു. പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങളിങ്ങ് വന്നപ്പം അമ്മായിയുടെ അടുത്ത് യാത്ര പറയാൻ നിർത്തിയപ്പോൾ അമ്മായി സ്നാക്സ് എന്തോ കൊടുത്തു കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ രണ്ടുപേരും അത് കഴിച്ച ഉടനെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി.
പിന്നെ എന്താ നമ്മൾ സന്തോഷേട്ടനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞത് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വരെ നിർത്തിയേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ തൃശ്ശൂർ ഭാഗത്താണെന്ന് തോന്നുന്നു എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോലും ഉമ്മിച്ചൊന്നും ഓക്കെ ആയിട്ടില്ല. കാരണം ശരിക്കും ഈ മക്കളെക്കാട്ടിലും, അതായത് എന്നെ മിസ് ചെയ്യുന്നത് കൊണ്ടൊന്നും അല്ല ഈ ഒരു സങ്കടം, ശരിക്കും പിള്ളേരെ അഫീനെ നിധീനെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിലും സ്വന്തം മക്കളെക്കാട്ടിലും കൊച്ചുമക്കളോട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഇവർക്കൊക്കെ. ഒരു പ്രത്യേക ഒരു അഫെക്ഷനും ഭയങ്കര ഒരു സ്നേഹമാണല്ലോ. മുജയ്ക്ക് ഇപ്പോഴും വിളിച്ച് പിള്ളേരുടെ കാര്യം പറയുമ്പോഴത്തേക്കും കരയുവാണ്. കാരണം അത്രയും മിസ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും ഉണ്ടായിട്ട് ഇങ്ങനെ വന്നതല്ലേ. അപ്പോൾ അവർക്ക് ഒരിക്കലും അത് സഹിക്കാനൊന്നും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷേ എന്നാലും നമ്മളിനി ഒന്നിച്ച് നിൽക്കട്ടെ എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഈ പിള്ളേരെ മിസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഉമ്മച്ചിക്കും മറ്റുമ്മച്ചിക്കും അത്തച്ചിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അത്. പക്ഷേ എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതൊക്കെ ഓരോ ലൈഫിൽ ഓരോ ഘട്ടമാണ്. നമ്മളത് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. നിധിക്കുട്ടിക്ക് ആദ്യമായിട്ട് പ്ലേറ്റ് കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. അങ്ങനെ അവളിത് തന്നെ മുക്കി കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ചൊക്കെ വാരി കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിത് വീണ്ടും യാത്ര തിരിച്ചു. പിന്നെ ഒരു 2-2:15 ആയ സമയത്ത് ഇക്ക പറഞ്ഞ് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ 3 മണിയാകുമ്പോഴത്തേക്കും വിളിക്കാൻ പറഞ്ഞിട്ട് ഇക്ക കിടന്നുറങ്ങി കേട്ടോ. ഒരു സൈഡിൽ നിർത്തിയിട്ട് കിടന്നുറങ്ങി. ഞാൻ ആ സമയം കൊണ്ട് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 3-3:15 ആയപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ എഴുന്നേറ്റ് യാത്ര തുടർന്നു. പിന്നെ ഒരു വെളുപ്പൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചായയൊക്കെ കുടിച്ചു. കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടോ. അപ്പം സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഹാളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ക്ലീനിങ് ഒരുവിധമെങ്കിലും ഒന്ന് ഒതുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റൂമിൽ AC ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താലാണ് ബെറ്റർ ആവുക. കാരണം ഇതിനു മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ അവർ വന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ മൊത്തം റൂം ഒന്നും കൂടി നാശമാവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു അത് ഫിറ്റ് ചെയ്തതിന് ശേഷം ക്ലീനിങ് തുടങ്ങാറുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്നും നടക്കില്ല. സോ ഇന്നിപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല KSRTCയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനും പിള്ളേരും കൂടെ പോകാമെന്ന് ഓർത്ത് പോയിട്ട് വന്ന വഴി കുറച്ച് സാധനങ്ങളും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ഓർത്ത്. പിന്നെ നാളെയൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നാളെ നമ്മുടെ ബാക്കി ക്ലിനിക്ക് ഒരാളുടെ ഉള്ളപ്പം എളുപ്പമാണല്ലോ. അജ്മീറുണ്ട് ഇവിടെ. അപ്പോൾ നാളെ ഒന്ന് ഇരുന്ന് ബാക്കി പരിപാടിയെല്ലാം ഒന്ന്, അതായത് ഈ റൂം ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒതുക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.